السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلوات على النبي وسلامه وهما خانامي بدر التمام. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. ओके जो दो करम है शहेबत हा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ ഉസ്താദ് അവർകളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന്. പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹുവിന്റെ ആയാത്തുകളുടെ അർത്ഥതലങ്ങളെ അല്പമൊന്ന് പരിചയപ്പെടാനുള്ള വളരെ ലളിതമായ ഒരവസരം മാത്രമാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുഴുവനും അധികാരിയാണെന്നും
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മാനിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാൻ വിശാലതയുള്ളവനാണെന്നും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വകവെക്കാതെ പോകുന്നവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ പ്രതാപവാനാണെന്നും ഇന്നലെ ആമുഖത്തിൽ പറഞ്ഞു. എന്നാൽ ആ അള്ളാഹുവിന്റെ അധികാര കേന്ദ്രങ്ങളെയാണ് ഇനിയുള്ള സൂക്തങ്ങളിൽ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഉടമസ്ഥനാരാണെന്നും ആധികാരികമായി ഓർമ്മപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആൻ മാനവിക ലോകത്തിന്റെ വിചാരങ്ങളെ മുഴുവനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തബാറക സൂറയുടെ തുടർന്നുള്ള സൂക്തങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെയും ചിന്താപരമായ ഉന്നമനത്തിന്റെയും നിരീക്ഷകന്മാരുടെ ഗവേഷണങ്ങളുടെയും കാലങ്ങളും ലോകങ്ങളും രൂപപ്പെടുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനാരാണെന്ന് കണിശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അറബ് ലോകത്ത് ഒരു അധ്യാപകന്റെ മുമ്പിൽ പോയിരുന്ന് പഠിക്കാത്ത ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷരൻ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം അറിയുന്നത്. മറിച്ച് സാമ്പ്രദായികമായ വിദ്യാഭ്യാസം നേടാത്ത മഹൽ വ്യക്തിത്വമെന്നാണ് ഉമ്മിയ്യത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ മാത്രം ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തിറുൽ അസ്സാമി രചിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പ്രദായികമായ ഒരു അധ്യാപകന്റെ മുമ്പിൽ പോയിരുന്ന പഠിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അക്ഷരങ്ങൾ നേടിയെടുത്തവരെക്കാളും കൂടുതൽ വിജ്ഞാനമാണ് ലോകത്തോട് നൽകുന്നത്. അതാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഹ്ബബ്തു ഉമ്മിയൻ യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖാരിഈന യതീമാ صلوا عليه وسلموا تسليما. സാമ്പ്രദായികമായും വ്യവസ്ഥാപിതമായും വിദ്യാഭ്യാസം നേടിയ എല്ലാവരെയും കവച്ചുവെക്കുന്ന അക്ഷര വിപ്ലവത്തിന്റെ നേതൃത്വം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പ്രണയിക്കുന്നു എന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിജ്ഞാനത്തിന്റെ വ്യാപ്തി ഓർമ്മപ്പെടുത്താനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോഗങ്ങൾ പോലും രൂപപ്പെടുന്നതിന് മുമ്പ് മാലോകരോട് പറയുന്ന ലോകത്തിന്റെ ഉടമസ്ഥനാരാണ്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, ആരാണ് ഞാൻ വിളിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്നറിയുമോ? ഖലഖ സബ്അ സമാവാത്, 7 ആകാശമണ്ഡലങ്ങളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. തിബാഖാ, അട്ടിയട്ടിയായി അവതരിപ്പിക്കപ്പെടാവുന്ന വിധം ആകാശമണ്ഡലങ്ങളെ 7 പടച്ചവനാരാണ്? അവനാണ് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
എല്ലാത്തിന്റെയും മേൽ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ്. 7 ആകാശങ്ങളെയും അതിന്റെ പ്രത്യേകമായ സ്ഫിയറുകൾ കണക്കാക്കി അതിന്റെ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സംവിധാനിച്ചവൻ ആരാണോ അവനാണെന്ന് മാത്രമല്ല പറയുന്നത്, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതിൻ ഫർജിഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ആകാശമണ്ഡലങ്ങളെ അതിന്റെ ക്രമമനുസരിച്ച് പരിപാലിക്കുന്ന അതിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യവാനായ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ന്യൂനത കാണിച്ചു തരാൻ പറ്റുമോ? മാലോകരോട് മുഴുവനുമുള്ള വെല്ലുവിളിയാണ് ഖുർആൻ നടത്തുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ സൃഷ്ടിപ്പിന്റെ പരിപക്വമായ സംവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത കാണിച്ചു തരാൻ ഏതെങ്കിലും സയന്റിസ്റ്റിന് കഴിയുമോ? ഏതെങ്കിലും ഗവേഷകന് കഴിയുമോ? ഏതെങ്കിലും ശാസ്ത്രലോകത്തിന്റെ അധിപന്മാർക്ക് കഴിയുമോ? സാധ്യമല്ല. ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതിൻ ഫർജിഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. നിങ്ങൾ നിങ്ങളുടെ കണ്ണു തുറന്നിട്ട് ആകാശമണ്ഡലത്തിലേക്കൊന്ന് നോക്കുക, ഭൂമിയുടെ ക്രമത്തിലേക്കൊന്ന് നോക്കുക. ഗോളങ്ങളെയും ക്ഷീരപഥങ്ങളെയും താരാപഥങ്ങളെയും ലോകത്തുള്ള മണ്ഡലങ്ങളെ മുഴുവനും ആരാണ് സംവിധാനിച്ചത്? അതിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത കാണിച്ചു തരാമോ? ഹൽ തറാ മിൻ ഫുതൂർ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നതോ ഫീ ഖൽഖിർ റഹ്മാനി, കാരുണ്യവാനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് വല്ല ന്യൂനതയും കാണിച്ചു തരാൻ പറ്റുമോ? അല്ലാതെ പരമാധികാരിയായ സൃഷ്ടാവെന്നല്ല പ്രയോഗിക്കുന്നത്, ഛത്രാധിപതിയായ സൃഷ്ടാവെന്നല്ല പ്രയോഗിക്കുന്നത്. റഹ്മാനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത കാണിച്ചു തരാൻ പറ്റുമോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മതീ വസിഅത് കുല്ല ശൈ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ലോകത്തെ മുഴുവനും ക്രമീകരിച്ചിട്ടുള്ളത്. അവന്റെ ഛത്രാധിപത്യത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല. അവൻ ജബ്ബാറാണ്, പരമാധികാരിയാണ്, സർവാധിപതിയാണ്, സ്വേച്ഛാധിപതിയാണ് എന്ന നിലയിലല്ല ലോകത്തിന്റെ ക്രമീകരണമുള്ളത്. അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് കണ്ടില്ലയോ ആകാശമണ്ഡലങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങളുടെ ദൃഷ്ടിയിൽ കാണാൻ പറ്റുന്ന ഒരു തൂണ് പോലുമില്ലാതെ ആകാശത്തെ ആരാണ് നിലനിർത്തിയിരിക്കുന്നതോ? നിങ്ങളുടെ ബിൽഡിങ്ങുകൾക്ക് ഭിത്തിയുണ്ട്, അതിന് ഒരുപാട് തൂണുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു മേൽക്കൂരയ്ക്ക് വേണ്ടി എത്രയോ അവിടുന്ന് തൂണുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആകാശമാകുന്ന മേലാപ്പിന് എവിടെയെങ്കിലും ഒരു തൂണ് കാണാമോ? നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ഒരു തൂണുമില്ല. ദൃഷ്ടിയിൽപ്പെടാത്ത മീനിങ് ഫുള്ളായ തൂണുകൾ ഉണ്ട് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അവരാരാണ്? ഔലിയാ ഉർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ സംവിധാനമാണ് ലോകത്തിന്റെ ക്രമീകരണം. അതുകൊണ്ടാണ് ഇവിടെയുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ കരുണയാണ്. നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് കൈകാര്യം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച്, അല്ലാഹുവിന്റെ വായു ശ്വസിച്ച്, അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവൻ അല്ല വിലക്കിയ കള്ളു കുടിക്കുമ്പോൾ അവന്റെ തൊള്ളയിൽ, അവന്റെ കൊല്ലിയിൽ ഇത് കുടുങ്ങിപ്പോകുന്നില്ല. കാരണം അർ-റഹ്മാൻ, അല്ലാഹു തആല റഹ്മാനാണ്.
അതുകൊണ്ടാണ് എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ദുനിയാവിലെ അധികാരം അല്ലാഹുവിന്റെ പ്രീതിയുടെ അടയാളമല്ല. രാജ്യത്ത് ഒരുപാട് മുതലാളിമാരുണ്ട്, ഒരുപാട് തമ്പുരാക്കന്മാരുണ്ട്, ഒരുപാട് മേലാളന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അധികാരം കൊടുത്തിരിക്കുന്നു എന്നതിന്റെ അർത്ഥം അല്ലാഹു തആല അംഗീകരിച്ചിരിക്കുന്നു എന്നല്ല. അതേ സമയത്ത് ആഖിറത്തിൽ അല്ലാഹു പദവി കൊടുത്തു എന്നറിഞ്ഞാൽ അത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതിന്റെ അർത്ഥമാണ്. അതിന്റെ വിശദീകരണമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലാതെ ദുനിയാവിൽ കൊട്ടാരത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് അല്ലാഹു തആല തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല. ദുനിയാവിൽ മുതലാളിമാരായി ജീവിക്കുന്നു, അതുകൊണ്ട് അല്ലാഹു തആല പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകത്തെ ഒരുപാട് കോടിപതികൾ വ്യഭിചാരികളുണ്ട്, ഒരുപാട് കോടിപതികൾ കള്ളുകുടിയന്മാരുണ്ട്, ഒരുപാട് കോടിപതികൾ അല്ലാഹുവിന്റെ നിയമങ്ങളെയും അവന്റെ വ്യവസ്ഥിതികളെയും വെല്ലുവിളിക്കുന്നവരുണ്ട്. അവരെല്ലാവരും അല്ലാഹുവിന്റെ പ്രീതിയുള്ളത് കൊണ്ടല്ല പണക്കാരായത്. അതുകൊണ്ട് ലോകത്തെ സൗന്ദര്യം അല്ലാഹുവിന്റെ പ്രീതിയുടെ അടയാളമല്ല. ലോകത്തെ ആഭിജാത്യം അല്ലാഹുവിന്റെ അംഗീകാരത്തിന്റെ അടയാളമല്ല. ലോകത്തുള്ള പത്രാസ് അല്ലാഹുവിന്റെ പ്രീതിയുടെ പ്രദർശനമായി പര്യായമായി കാണാൻ പറ്റുന്നതല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ അബ്കാരി കോൺട്രാക്ടർമാർ വലിയ മുതലാളിമാരാണ്, കൊട്ടാരത്തിൽ ജീവിക്കുന്നവരാണ്. എത്രയോ വലിയ പലിശ മുതലാളിമാർ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവരാരും അല്ലാഹുവിന്റെ പ്രീതിക്ക് തൃപ്തിപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൂടാ. കാരണം എന്താണ്? ദുനിയാവിലെ അംഗീകാരങ്ങളും അധികാരങ്ങളും അല്ലാഹുവിന്റെ പ്രീതിയുടെ പ്രതിധ്വാനങ്ങളല്ല, മറിച്ചോ അല്ലാഹുവിന്റെ പ്രീതിയുടെ പ്രതിധ്വാനം എവിടെയാണ്? അവിടുന്ന് ആഖിറത്തിൽ സ്വർഗ്ഗം ലഭിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞു, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. അപ്പ ചില യുക്തിവാദികളായ അല്ലെങ്കിൽ യുക്തിസഹമായി മറുപടി പറയുന്ന ആളുകൾക്ക് ചോദിക്കാം, അല്ലയോ മുസ്ലിയാരെ, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹു റഹ്മാനായതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇവിടെ ചിലപ്പോൾ സംഭവിക്കുന്നില്ല. അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ് നമുക്ക് വായു ലഭിക്കുന്നത്. അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ് ഭക്ഷണം ലഭിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആരാധനയുടെ മാനദണ്ഡത്തിലെങ്ങാണ് നമുക്ക് അല്ലാഹു തആല ഭക്ഷണം തന്നിരുന്നെങ്കിൽ നമുക്കെന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? അതാണ് ഖുർആൻ അവിടുന്ന് ചോദിക്കുന്നു, ഹഖ്മാ തറാഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതിൻ ഫർജി അൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത കാണിച്ചു തരാമോ? എന്റെ ഈ മൂക്ക് ഇപ്പുറത്തായിരുന്നെങ്കിൽ എന്നൊന്ന് പറയാമോ? എന്റെ ഈ മൂക്കിന്റെ ദ്വാരങ്ങൾ മേലോട്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ല മോഡലെന്ന് പറയാൻ പറ്റുമോ? എന്റെ കൈയുടെ മടക്കുകളും കെണിപ്പുകളുമെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ സൂചനകളാണ്. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഈ കൈയുടെ മുട്ടുമടങ്ങുന്ന തലമുണ്ടല്ലോ, ഇവിടെ ഒരു പട്ടിക വെച്ച് കെട്ടിയിട്ട് ചോറൊന്ന് വാരി നോക്കിക്കോ, നിങ്ങളുടെ വായിലേക്ക് വരുന്നില്ല. അടുത്ത പഞ്ചായത്തിലെ ആരുടെയോ വായിലേക്കാണ് പോവുക. ആരാണ് ഈ മടക്ക് ക്രമീകരിച്ചത്? ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതിൻ ഫർജി അൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹു റഹ്മാനാണ്. അതാണ് എന്റെ പ്രിയപ്പെട്ട ലോകം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകുന്നത് നമ്മുടെ ആരാധനയുടെ മാനദണ്ഡത്തിലല്ല,
നമുക്ക് ഫലങ്ങൾ നൽകുന്നത് നമ്മുടെ ആരാധനയുടെ മാനദണ്ഡത്തിലല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ മദീനയുടെ ഒരു കോണില്ലതാ ഒരു ഉമ്മയും ഒരു ഒക്കത്തിരിക്കുന്ന കുഞ്ഞുമായി കടന്നു വരുന്നു. അതാ രണ്ട് കാരക്കകൾ ആരോ ദാനം നൽകിയത് വിശപ്പ് കൊണ്ട് കുഞ്ഞിന്റെ പള്ളയിലേക്ക് കൊടുക്കാൻ തൊള്ളയിൽ വെച്ചു കൊടുക്കുന്നു. ആർത്തിയോടെ കുഞ്ഞ് ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് മാതാവിന്റെ വിഹിതമുള്ള കാരക്ക കയ്യിൽ നിൽക്കുമ്പോ അതുകൂടി കയ്യിലേക്ക് പിടിച്ചു പറിക്കുമ്പോ ദയാനിധിയായ മാതാവ് അരിമ സന്താനത്തിന്റെ വിശപ്പറിഞ്ഞുകൊണ്ട് അവിടുത്തെ വിശപ്പ് മാറ്റിവെച്ച് കാരക്ക ദാനം കൊടുക്കുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബ കിറാം പറയുന്നു, യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വഹാബത്ത് പറഞ്ഞു, അല്ലയോ നബിയെ, ആ മാതാവ് എത്ര വലിയ റഹ്മത്താണ്, കാരുണ്യമാണ് ചെയ്യുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ കാരുണ്യമാണ് നമ്മുടെ റബ്ബ് അടിമകളായ നമുക്ക് നൽകുന്നത്. നമ്മുടെ റബ്ബ് നമ്മോട് ചെയ്യുന്ന കാരുണ്യമാണ്. അള്ളാഹുവിനെതിരെ വെല്ലുവിളിക്കുന്നവർ അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ആ റഹ്മാനായ അള്ളാഹുവിന്റെ സംവിധാനമാണ് ലോകത്തുള്ള എല്ലാ ക്രമീകരണങ്ങളിലും നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സൃഷ്ടിച്ചു തന്നിട്ടുള്ള എന്തിന്റെയും ഒരു പരിമിതിയും കണ്ടെത്താൻ ഒരാൾക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും ശാസ്ത്രജ്ഞന്മാർക്ക് പുതിയത് കണ്ടുപിടിക്കാൻ എവിടെയാണ് വിഭവം വെച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ സൃഷ്ടികളിലാണ്. ഇല്ലായ്മയിൽ നിന്നൊരു കോശമുണ്ടാക്കാൻ ഒരു സയന്റിസ്റ്റിന് കഴിയുമോ? ഇല്ല. അല്ലാഹു തആല പടച്ചിട്ടുള്ള കോശത്തിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് മാറ്റാനും അതിന്റെ ഇലക്ട്രോൺ മാറ്റാനും അതിന്റെ പ്രോട്ടോൺ മാറ്റാനും അതിന്റെ DNA മാറ്റാനുമാണ് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇല്ലായ്മയിൽ നിന്നൊരു കോശമെങ്കിലും ഉണ്ടാക്കാൻ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുമോ? സാധ്യമല്ല. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ജനങ്ങളെ കടപ്പുറത്ത് കക്കപറക്കാനും കാരക്ക കഴിച്ചിട്ട് കുരു വലിച്ചെറിയാനും ഒട്ടകക്കൂട്ടത്തിന്റെ കൂടെ നടന്ന് നാടോടി പാട്ട് പാടാനും അവിടുന്ന് പെണ്ണിന്റെ വർണ്ണവും അതുപോലെ തന്നെ ഒട്ടകങ്ങളുടെ ചാട്ടവും വർണ്ണിക്കാനുള്ള കവിത എഴുതാനും മാത്രം അറിയുന്ന അറബ് ലോകത്തെ മാടി വിളിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ. കോസ്മോളജിയുടെയും അറ്റ്മോസ്ഫിയർ സയൻസിന്റെയും ആസ്ട്രോണമിയുടെയും ആസ്ട്രോളജിയുടെയും പാഠഭാഗങ്ങള് ആരുടെ മുമ്പിലാണ് ലോകത്തിന്റെ നേതാവ് പാരായണം ചെയ്യുന്നത്? അവിടുന്ന് കടപ്പുറത്ത് നിന്ന് മത്സ്യം പിടിക്കാനോ അല്ലെങ്കിൽ കാരക്ക വറുക്കിയിട്ട് ഒട്ടകപ്പാലിന്റെ കൂടെ കുടിക്കാനോ മാത്രമറിഞ്ഞിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗങ്ങള് നവോത്ഥാനത്തിന്റെ പരിവർത്തനത്തിന്റെ അധ്യായത്തിലേക്ക് കൊണ്ടുവരാൻ ലോകവ്യവസ്ഥിതിയുടെ ഘടനകളെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹു തആല പറയുന്നു, ഇനി ഇവിടെയുള്ള ജനങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കിയിട്ട് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ന്യൂനതയുണ്ടെന്ന് പറയാൻ അവര് വെമ്പൽ കൊണ്ടാൽ അവരോടൊന്ന് പറയട്ടെ, ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير.
ക്ലിയർ. ഒരു പ്രാവശ്യം നോക്കിയിട്ട് ന്യൂനത കാണാതിരിക്കുമ്പോ നിങ്ങൾ പത്തിമടക്കി മടയിലേക്ക് പോകാതെ രണ്ടാമതൊന്നുകൂടി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്കൊന്ന് നോക്കുക. അവിടെ എവിടെയാണ് മാറ്റമുള്ളത്, ന്യൂനതയുള്ളത് ഒന്ന് കണ്ടുപിടിക്കാമോ? കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുന്നു വശംസി വളുഹാ, സൂര്യനെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അവസാനിപ്പിക്കാതെ വളുഹാ, അതിന്റെ ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. എന്റെ ആരാധനയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളൊരു വേദഗ്രന്ഥത്തിൽ രാവിലെ 9 മണിയുടെയും 10 മണിയുടെയും 11 മണിയുടെയും വർത്തമാനം എന്തിനാണ് എടുത്തു പറയുന്നത്? ളുഹാ സമയത്തെ സൂര്യന്റെ കിരണങ്ങൾ മനുഷ്യന് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് നീ ബിൽഡിംഗ് നിർമ്മാണം നടത്തുമ്പോ ളുഹാ സമയത്തെ സൂര്യൻ നിന്റെ പുരയുടെ ഉള്ളിലേക്ക് അടിക്കാൻ പറ്റുന്ന പുരയാകണം. പോസ്റ്റ് മോഡേൺ മൾട്ടി സ്പെഷ്യാലിറ്റി സിറ്റികൾ രൂപപ്പെടുമ്പോൾ കൊച്ചിയുടെയും ഡൽഹിയുടെയും ലോകഘടനകളുടെ മുഴുവനും സിറ്റികളിൽ പുതുതായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ടവറുകളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്നവരോട് പറയുന്നു, ളുഹാ സമയത്തെ സൂര്യനെ തടയുന്ന ഫ്ലാറ്റ് പണിയല്ലേ. വശംസി വളുഹാ, ആ ളുഹാ സമയത്തെ സൂര്യന്റെ കിരണങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കേണ്ടതാണ്. അതുകൊണ്ടൊരു ബിൽഡിംഗ് പണിതാൽ അതിലേക്ക് ളുഹാ സമയത്തെ സൂര്യന്റെ വെളിച്ചം കടന്നു വരാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനിച്ചു കൊള്ളണം. അല്ലാതെ നിങ്ങൾ കേവലമായ നിർമ്മാണം നടത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ളുഹാ സമയത്തെ അല്ലാഹ് പ്രത്യേകം വിളിക്കുകയാണ്. പിന്നീട് മറ്റൊരധ്യായത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു വള്ളുഹാ, ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. എന്താ ഈ ളുഹാ സമയത്തെ കൊണ്ട് സത്യം ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്തുള്ള സൂര്യന്റെ കിരണങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ആ നേരത്തൊരു പ്രത്യേക നിസ്കാരം സുന്നത്തുണ്ട്. ലോകത്തുള്ള എല്ലാ ഓഫീസുകളും സജീവമാകുന്ന സമയമാണ് ളുഹാ സമയം. അതുകൊണ്ട് വള്ളുഹാ, ആ സമയത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു വെച്ചോ. വല്ലൈലി ഇദാ സജാ, പാതിരാവതിന്റെ പുതപ്പ് വലിച്ച് മനുഷ്യൻ കൂർക്കം വലിക്കുന്ന നേരവും നബിയെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഡേ ടൈമിന്റെ പെക്കുലിയാരിറ്റീസ്, അതുപോലെ തന്നെ നൈറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് വല്ലൈലി ഇദാ സജാ, പാതിരാവുകളെ പകലുകളാക്കുന്ന മെർക്കുറി ബൾബുകൾ കൊണ്ട് തെരുവുകളെ അവിടുന്ന് നട്ടുച്ച പോലെ പട്ടണമാക്കുന്ന പുതിയ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണ് വല്ലൈലി ഇദാ സജാ, വല്ലൈലി ഇദാ യഗ്ശാ. കണ്ടില്ലയോ അല്ലാഹുവിന്റെ ഖുർആൻ രാവിന്റെ കൃത്യമായ പോയിന്റിന് നോട്ട് ചെയ്യുന്നു. മാത്രമല്ല വജഅൽനൽ ലൈല ലിബാസാ, നിങ്ങൾക്ക് വസ്ത്രമായി രാത്രിയെ നൽകി, പുതയ്ക്കാൻ പാതിരാവിനെ നൽകി, ആ പുതപ്പ് വലിച്ചിട്ട് മൂടിക്കിടക്കാൻ ഒരു രാത്രിയെ നൽകി. പകലിന്റെ പ്രത്യേകതകൾ എണ്ണി എണ്ണി പറയുമ്പോ അവിടെയെല്ലാം വന്നഹാരീതാ തജല്ല, പകല്ലതിന്റെ വെളിച്ചവുമായി കടന്നു വരുമ്പോ പാതിരാവതിന്റെ കൂരിലുമായി പുതപ്പ് വലിച്ചു മൂടുമ്പോ എത്ര കൃത്യമായ പ്രയോഗമാണ്.
ബിബ്ലിക്കൽ റെഫറൻസുകളുടെ മുമ്പിൽ നിന്ന് ലോക നവോത്ഥാനത്തിന്റെ ഗീർവാണം മുഴക്കുന്ന ആധുനിക യൂറോപ്പിനോട് ചോദിക്കുന്നു. തൽമൂദിനെ അടവച്ചുകൊണ്ടിരുന്ന് ആധുനിക ഇസ്രയേല് ലോകത്തെ മുഴുവനും വെല്ലുവിളിക്കുമ്പോ അവരോട് വിളിച്ചു പറയുന്നു, കാലാന്തരത്തിൽ എവിടെയോ എടുത്തുപോയ വേദത്തലികളുമായി ആധുനികതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്നവരോട് ചോദിക്കുന്നു, ആ രാവിന്റെ ഘടനയും ഈ പകലിന്റെ പൊലിമയും പാതിരാവിന്റെ കൂരിരുളും സമയത്തിന്റെ വെളിച്ചവും ഇത്ര അക്യുറേറ്റായി സംവിധാനിച്ചവനാരാണ്? ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും വൈകല്യമുണ്ടോ? ഇല്ല. അല്ലാഹ് പകല് മാത്രമാണ് പടച്ചതെങ്കിൽ നിങ്ങൾ പരീക്ഷീണിതരായി പോകുമായിരുന്നു. അല്ലാഹ് രാത്രി മാത്രമാണ് പടച്ചതെങ്കിൽ നിങ്ങൾ പട്ടിണിയായി മരിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ അവിടുന്ന് സൂര്യൻ നിൽക്കുന്നില്ലയോ? അതിൽ നിന്നൊരൽപ്പം കൂടി ഇങ്ങോട്ട് സൂര്യൻ താഴോട്ട് വന്നാൽ നിങ്ങളുടെ വെയിനുകളിൽ രക്തമുണ്ടാവൂല, അത് വറ്റിപ്പോകുമല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ നിർത്തിയ കൃത്യമായ ഒരു അളവുകോലിലാണ്. ഫഖദ്ദർനാഹു തഖ്ദീറാ. അത് ഞാൻ വെറുതെ പറയുകയല്ല. സൂര്യന്റെ അകലം അല്പമങ്ങ് മാറുമ്പോ വേലിയിറക്കം വരുന്നു. സൂര്യന്റെ അകലം ഇപ്പോട്ടും നടക്കുമ്പോ വേലിയേറ്റം വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ വെച്ചയിടത്തു നിന്ന് അല്പം കൂടി ഇങ്ങോട്ട് വന്നാൽ അറിയുമോ, നിങ്ങളുടെ വെയിനുകളിൽ അവിടുന്ന് രക്തമുണ്ടാവുകയില്ല. അല്ലാഹു തആല വെച്ചയിടത്തു നിന്ന് അല്പം കൂടി സൂര്യനങ്ങ് ബാക്കിലോട്ട് പോയാൽ നിങ്ങളുടെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം പുറത്തേക്ക് വരും കേട്ടോ. ആരാണിതിന്റെ കൃത്യമായ സംവിധാനത്തിന്റെ സന്നിധാനങ്ങൾ ഒരുക്കിയതാരാണ്? അതാണ് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖൻ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതിൻ ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا فهو حسير. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ലോകത്തേക്ക് നീ രണ്ടാമതൊന്ന് കണ്ണയച്ചാൽ അല്ലാഹുവിന്റെ സംവിധാനങ്ങളുടെ മുമ്പിൽ നീ പഞ്ചപുച്ഛമടക്കി മടങ്ങേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇതിനെ ഒന്ന് മാറ്റിവെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ കൃത്യമായ സംവിധാനമാണ്. ആകാശഘടനയും ഗോള സംവിധാനവും അറ്റ്മോസ്ഫിയറുമെല്ലാം അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് മോനെ, നീ വിചാരിക്കണ്ട ഇവിടെയുള്ള ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളാണ് നിനക്ക് സമ്മാനങ്ങൾ നൽകുന്നതെന്ന് നീ വിചാരിക്കണ്ട. അതാണ് വിശുദ്ധമായ ഖുർആനിൽ ഒരു സംവാദം പഠിപ്പിക്കുന്നുണ്ട്. ആരാണ്? ഖാറൂനാണ് സംവാദം, നമ്രൂദാണ് സംവാദം നടത്തുന്നത്. ആരോടാണ്? ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ അധിപനാകുന്ന നമ്രൂദ് വന്ന് പറഞ്ഞു, അല്ലയോ ഇബ്രാഹീമേ, നിനക്കൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പ്രമാണമെന്തോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ നാഥനാരാണെന്നറിയുമോ? മരിപ്പിക്കുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്.
എന്നാ നീ വിചാരിച്ചോ എനിക്കത് കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിന്ന് രണ്ടുപേരെ മാടി വിളിച്ചിട്ട് ഒരാളെ നമ്രൂദ് അങ്ങ് കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ ആളെ വെറുതെ വിട്ടിട്ട് പറഞ്ഞു അന ഉഹീ വ ഉമീത് റബ്ബിയല്ലദീ യുഹീ വ യുമീത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രമാണനിബദ്ധമായി പറഞ്ഞു, എന്റെ അല്ലാഹുവാണ് നിങ്ങളെയും എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഉടനെ രണ്ടുപേരെ ഇങ്ങ് വിളിച്ചിട്ട് നമ്രൂദ് എന്ത് ചെയ്തു? ഒരാളെ അങ്ങ് കൊന്നു, മറ്റേയാളെ അങ്ങ് വിട്ടുകളഞ്ഞു. എന്നിട്ട് പറഞ്ഞു അന ഉഹീ വ ഉമീത്, ഞാൻ അവിടുന്ന് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അവിടെ രണ്ടാമതൊരു പ്രമാണം അതിനോടൊപ്പം പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാഥാരാണെന്നറിയുമോ? കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നവനും പടിഞ്ഞാറ് നിന്ന് സൂര്യനെ അസ്തമിപ്പിക്കുന്നവനുമാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബി. എന്നാൽ എടാ, നീ തമ്പുരാനാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഒന്ന് ഉദിപ്പിച്ചിട്ട് കിഴക്ക് അസ്തമിപ്പിക്കാമോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പ്രമാണ നിബദ്ധമായ സമർത്ഥനത്തിൽ അവിടുന്ന് നമ്രൂദ് പരാജയപ്പെടുന്നു. കാരണം സൂര്യന്റെ അധികാരി അവനല്ല, ചന്ദ്രന്റെ അധികാരിയും അവനല്ല. അതുകൊണ്ട് അവൻ അതിന്റെ ഉദയാസ്തമാനങ്ങളെ നിർണയിക്കാനോ അതിന്റെ ഗതിവിഗതികളെ കൊണ്ടുവരാനോ അവന് കഴിഞ്ഞില്ല. അവിടെയാണ് ഖുർആൻ പറഞ്ഞു സത്യനിഷേധിയായ ആൾ അവിടുള്ള പരാജയപ്പെട്ട് തോറ്റുപോകുന്നു. ആ അല്ലാഹുവാണ് വിളിച്ചു പറയുന്നത്, അറിയുമോ? എടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൾട്രാ വയലറ്റ് രശ്മികളെ വെച്ചിട്ടുണ്ട്. അതിനെ മനുഷ്യന് പതിച്ചാൽ പ്രശ്നമാണ്, പക്ഷേ സൂര്യനതില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോഴാ അൾട്രാ വയലറ്റ് രശ്മികളെ ഒന്ന് അരിച്ചു പെറുക്കിയിട്ട് മനുഷ്യനു തരാൻ അതിന്റെ ഇടയിൽ അരിപ്പയാകുന്ന ഓസോൺ പാളി ആരാണ് ക്രമീകരിച്ചതെന്നറിയുമോ? ഹൽ തറാ മിൻ ഫുതൂർ. ന്യൂനതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചത് അല്ലാഹുവിനെ ആരാധിക്കാനാണ്. എന്നാൽ മനുഷ്യന്റെ വർഗം ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി അല്ലാഹു തആല മനുഷ്യന് വൈകാരികമായ ജീവിതം തന്നു. മനുഷ്യന് വൈകാരികമായ ജീവിതം അല്ലാഹു തന്നില്ലെങ്കിലോ ഇവിടെ സംസർഗം നടക്കുകയില്ല, ഇവിടെ പാരമ്പര്യം നിലനിൽക്കുകയില്ല. അല്ലാഹു തആല മനുഷ്യന് ഭക്ഷണത്തോട് ആഗ്രഹം തന്നു. അപ്പോഴേ അതിനോട് ആഗ്രഹമുണ്ടാകുമ്പോഴേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. അപ്പം മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതിനോട് മുഴുവനും അല്ലാഹു തആല ആഗ്രഹം കൊടുത്തു, ഭക്ഷണത്തോട് താല്പര്യം കൊടുത്തു, ഇവിടെ നിലനിൽപ്പുണ്ടാകാൻ. മനുഷ്യൻ അവിടുന്ന് തന്റെ ഭാര്യയോട് സ്നേഹം കൊടുത്തു, ഇവിടെ മനുഷ്യന്റെ പ്രജനനം നടക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവനും ഒരു ഉദയം നൽകാതെ വ്യത്യസ്ത ഉദയം നൽകി. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. ലോകത്തിന്റെ എല്ലാ ദിക്കിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരേ സമയത്ത് നിലനിൽക്കാനാണ്.
ഉദയത്തിന്റെ ദൃഷ്ടാന്തം ഭൂമിയിൽ എപ്പോഴുമുണ്ട്, അസ്തമാനത്തിന്റെ ദൃഷ്ടാന്തം ഭൂമിയിൽ എപ്പോഴുമുണ്ട്. മാത്രമല്ല അവിടുത്തെ ഇഷ്ടദൂതരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രുതിയും പേരും ലോകത്തെപ്പോഴും ഉണ്ടാകണം. അതിന് അല്ലാഹു തആല ചെയ്ത സംവിധാനമാണ്. ലോകത്തിന് മുഴുവനും ഒരു ഉദയമല്ല. ഇപ്പോൾ പകലായ രാജ്യങ്ങളുണ്ട്, ഇപ്പൊ പ്രഭാതമാകുന്ന രാജ്യങ്ങളുണ്ട്, ഇപ്പൊ 2.5 മണിക്കൂർ ലേറ്റായ രാജ്യമുണ്ട്, 1.5 മണിക്കൂർ ഫാസ്റ്റായ രാജ്യമുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദയാസ്തമാനങ്ങളെ വ്യത്യാസപ്പെടുത്തിയതെന്നറിയുമോ? സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ അറിയാനാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ അസ്തമിപ്പിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഉദയമായി അനുഭവപ്പെടുന്നു ഇന്ത്യക്കാർക്ക് 6:15. വൈകുന്നേരം 6:50 കേരളീയന് സൂര്യൻ അസ്തമിക്കുന്നു. പക്ഷേയോ ലോകത്തുള്ള എല്ലാവർക്കും അസ്തമിക്കുകയല്ല. എന്താണ് കാരണമെന്നറിയുമോ? എല്ലാവർക്കും ഒരേ സമയം അസ്തമാനം അനുഭവപ്പെട്ടാൽ ഈ സൂര്യൻ എവിടെയോ പോയി ഊർജം നേടുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തും വലാ നൗം. എല്ലാ കച്ചവടക്കാരനും അവന്റെ കട രാത്രി അടയ്ക്കുന്നു, അവന് വിശ്രമിക്കാനാണ്. എല്ലാ തൊഴിലാളിയും വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് പോകുന്നു, രാവിലെ എനർജിയോടുകൂടി തിരിച്ചു വരാനാണ്. എല്ലാ മുതലാളിമാരും ഉറങ്ങുന്നു, ഉന്മേഷം നേടാനാണ്. എന്നാൽ സൂര്യന്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലാഹു ഉറക്കമുള്ളവനല്ല. ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹുവിന് ഉറക്കമോ ഇല്ല. അവൻ നിതാന്ത ജാഗ്രതയിലായി ലോകത്തിന്റെ സംവിധാനങ്ങളെ മുഴുവനും കൃത്യമായി പരിപാലനം നടത്തുകയാണ്. അതിൽ മാറ്റമില്ല, വ്യതിയാനമില്ല, വ്യതിചലനമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന് ഉദയം സൂര്യന് കൊടുക്കേണ്ടതില്ല, അല്ലാഹുവിന് അസ്തമാനം കൊടുക്കേണ്ടതില്ല. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഒന്നുകിൽ അടച്ചിടണം, അല്ലെങ്കിൽ ഷിഫ്റ്റ് മാറ്റണം. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പമ്പുകളുണ്ട്. പക്ഷേ തൊഴിലാളികൾ 8 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 12 മണിക്കൂറേ സേവനം ചെയ്യുന്നുള്ളൂ. 24 മണിക്കൂർ കസ്റ്റമർ കെയർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ തൊഴിലാളിക്ക് 8 മണിക്കൂറേ ഡ്യൂട്ടിയുള്ളൂ. ഇവിടെ തൊഴിലാളി മാറുന്നില്ല, തൊഴിലാളിയുടെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ ഇലാഹിയായ കൺട്രോളാണ്. അതുകൊണ്ട് ഫർമർജിഉൽ ബസറ കർറതൈൻ. മോനെ, ആകാശമാകുന്ന മേലാപ്പിലേക്കും ഭൂമിയാകുന്ന വിരിപ്പിലേക്കും നീ ഒന്ന് നോക്ക്. എന്നാലോ യൻഖലിബു ഇലൈകൽ ബസറു. അപ്പോഴാണ് നിന്റെ ചിന്തയും നിന്റെ ദൃഷ്ടിയും നിന്റെ ആലോചനയും നിന്നിലേക്ക് മടങ്ങുന്നു. ഖാസിഅൻ. അവിടുന്ന് യാതൊരു ബുദ്ധിയും പുതുതായി കണ്ടുപിടിക്കാനില്ല. അവിടുന്ന് നിരാശയായി യാതൊരു ന്യൂനതയും കണ്ടുപിടിക്കാൻ കഴിയാതെ മടങ്ങി വരുമെന്ന് ലോകത്തിന്റെ അധികാരിയായ അല്ലാഹു തആല അവനെ പരിചയപ്പെടുത്തുമ്പോൾ ഈമാനുള്ളവരെ നമ്മുടെ റബ്ബ് വിശ്രമിക്കുന്നില്ല. കാരണം വിശ്രമം സൃഷ്ടിയുടെ സ്വഭാവമാണ്. ആ അല്ലാഹുവിന് വേണ്ടി നീ ആരാധിച്ചോ? അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് എപ്പോഴാണ്? അഖിമിസ്സലാത
طرفي النهار وزلفا من الليل. രാത്രിയുടെ അംശത്തിൽ നിന്നൊരു രണ്ടു നേരവും പ്രഭാതത്തിന്റെ തുടക്കത്തിൽ നിന്നൊരു സുബഹിയും അവിടുന്ന് മധ്യാഹ്ന സായാഹ്നങ്ങളിലായി ഒരു രണ്ടു നേരത്തെ നിസ്കാരവും അങ്ങനെ 3 നേരത്തെ ആരാധന നീ അല്ലാഹുവേ, 5 നേരത്തെ ആരാധന നീ അല്ലാഹുവിന് സമർപ്പിച്ചോ. എന്തിനാണ് ഖിമിസ്സലാത ലിദിക്രി, അല്ലാഹുവിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് നീ നിസ്കാരം നിലനിർത്തേണ്ടതെന്ന് അധികാരിയായ റബ്ബ് തആല പറയുമ്പോ ഈമാനുള്ളവരെ ലോകത്തിന്റെ അധികാരി ആരാണ്? ഖുദാ ചാഹതാ ഹൈ റസായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുഴുവൻ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുകയാണ്. ആധുനാധുനിക പ്രവണതകളിലൂടെ പ്രകൃതിയുടെ മുഴുവൻ അടിത്തറകളെയും വെല്ലുവിളിക്കുന്നവരോട് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. നിങ്ങൾക്ക് മാവൂർ ഗോളിയോർ റയോൺസും KMML-ഉം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയോടാണ്. ആറ്റോമിക് പവറിലൂടെ അന്തരീക്ഷത്തിലേക്ക് ഉത്സർജിക്കപ്പെടുന്ന വാതകങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ ഘടനയെയാണ് നിങ്ങൾ തകരാറിലാക്കുന്നത്. അല്ലാഹു തആല നിങ്ങൾക്ക് യോഗ്യമായ ഘടനയെ വെച്ചു തന്നു. വജഅൽനൽ ജിബാല ഔതാദാ, ഈ ഭൂമിയെ മുഴുവനും ബാലൻസ് ചെയ്യാനുള്ള ബാലൻസിംഗ് റോക്ക്, ഭൂമിയുടെ മുഴുവനും ബാലൻസ് നിയന്ത്രിക്കാനുള്ള പാറകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പർവ്വതങ്ങളിൽ വെച്ചിട്ടുള്ളത്. ആ ആണികൾ നിങ്ങൾ ഇളക്കിയാലോ നിങ്ങളുടെ ഭൂമി അങ്ങ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അവിടുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിപ്പോകും. അതുകൊണ്ട് നീ ഭൂമിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന ആണിക്കല്ലുകളാകുന്ന പർവ്വതങ്ങളെ ഇളക്കാൻ പാടില്ല, വനങ്ങൾ വെട്ടിത്തെളിക്കാൻ പാടില്ല. എന്താ വനങ്ങൾ വെട്ടിത്തെളിക്കുമ്പോൾ വംശനാശമുണ്ടാകും. വംശനാശമുണ്ടാകൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എന്റെ ഭരണപ്രദേശത്ത് ജറാദുകൾ അഥവാ വെട്ടുകിളിയില്ല ഉമർ തങ്ങളെ. വെട്ടുകിളികളെ കാണാനില്ല. ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു വരണ്ടു. എന്തേ വെട്ടുകിളികളെ കാണാനില്ലാത്തത്? എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വെട്ടുകിളികളെ കാണാതിരുന്നപ്പോ ഞെട്ടിത്തരിച്ചു പോയത്? മറ്റൊന്നുമല്ല, അന്ന് ബഹുമാനപ്പെട്ടവരുടെ ഭരണപ്രദേശത്തുള്ള മുഴുവൻ പ്രവിശ്യകളിലേക്കും മെസ്സേജ് കൊടുത്തു. എവിടെയെങ്കിലും വെട്ടുകിളികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇങ്ങോട്ട് വിവരമറിയിക്കണം. എന്താണ് റോമാ സാമ്രാജ്യത്തെയും കൈസറിന്റെ കോട്ടകുത്തളങ്ങളെയും കിസ്റായുടെ അധികാര കേന്ദ്രങ്ങളെയും ഞെട്ടിത്തെരിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെറിയ പറവകളെ കാണാതെ വന്നപ്പോ എന്തിനാണ് വിഷമിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നത്? റോയൽ മെസ്സേജ് ചൊല്ലുന്നു യമനിലേക്ക്, അതുതന്നെയാണ് കൂഫയിലേക്ക്, ബസറയിലേക്ക്, ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മെസ്സേജ് ചൊല്ലുമ്പോ ഒരു പ്രവിശ്യയിൽ നിന്ന് മറുപടി വരുന്നു, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ വെട്ടുകിളി ധാരാളമുണ്ടല്ലോ. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. സ്വഹാബത്തിന്റെ ചോദ്യം, എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് വെട്ടുകിളികളെ കാണാനില്ലെന്ന് പറയുമ്പോ വിഷമിക്കുകയും അതവിടുന്ന് കണ്ടുകിട്ടിയപ്പോൾ സന്തോഷിക്കുകയും ചെയ്തത്?
ഉടനെ അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്, വംശനാശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്റെ പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് ചോദിക്കുന്നു, പണ്ടൊക്കെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നട്ടുവളർത്തിയിരുന്ന എത്രയോ വർഗം ചെടികളുണ്ട്, ഇന്നതിന്റെ എത്ര ശതമാനം ചെടികൾ കാണാനുണ്ട്? ആ ചെടികളുടെ വംശനാശം ലോകത്തോടുള്ള ഭീഷണിയുടെ മുന്നറിയിപ്പാണ്. ഒരുപാട് ജീവികളുടെ വംശനാശം സംഭവിക്കുന്നു എന്നിതാ പത്രത്തിലൂടെ വായിക്കുന്നില്ലയോ? ദിനോസോറുകൾ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ജന്തുജാലങ്ങളുടെ വംശനാശം ലോകത്തതാ വിളിച്ചു പറയപ്പെടുമ്പോൾ അത് ഖിയാമത്ത് നാളിലേക്കുള്ള അറിയിപ്പാണ് കേട്ടോ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നീ പ്രകൃതിയോട് കളിക്കണ്ട. കാരണം എന്താണ്? സുനാമി വന്നപ്പോ ആരോടും ഇവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പ്രകൃതി അതിന്റെ ഘടനയോടെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രകൃതിയോട് നീ നല്ല നിലയിലേ വർത്തിക്കാവോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഅ്മൽ ദുനിയാക കഅന്നക തഈശു അബദാ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു വദാ. നീ ദുനിയാവിനു വേണ്ടി ജോലി ചെയ്യുമ്പോ, അഥവാ ഇവിടെയുള്ള ക്രയവിക്രയങ്ങൾ നടത്തുമ്പോ നീ എന്നുവെന്നും ഇവിടെ ജീവിക്കാനുള്ളവനാണ് എന്ന ഭാവത്തിലാണ് നീ അവിടുന്ന് കൈകാര്യം ചെയ്യേണ്ടത്. അതേ സമയത്ത് ആഖിറത്തിന് വേണ്ടിയുള്ള അമല് ചെയ്യുമ്പോ നിന്റെ മനസ്സിൽ വരേണ്ടതോ കഅന്നക തമൂതു വദാ. നീ ദുനിയാവിന് വേണ്ടി അമല് ചെയ്യുമ്പോ നീ മരം നടുമ്പോ ചിന്തിക്കേണ്ടത്, പടച്ചോനെ ഈ തെങ്ങ് കൊലച്ച് തേങ്ങയാകാൻ ഒരു 20 കൊല്ലമെങ്കിലും എടുക്കും. ഇപ്പൊ എൻ്റെ വയസ്സ് 75. ഏതായാലും ഈ തേങ്ങ തിന്നാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഈ തെങ്ങ് ഞാൻ വെക്കുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ഖിയാമത്ത് നാൾ അവിടുന്ന് തുടങ്ങിയെന്ന് കേൾക്കുമ്പോഴും നിന്റെ കയ്യിൽ ഒരു തൈയുണ്ടെങ്കിൽ അത് നടുന്നത് നിനക്ക് ആരാധനയാണ്, ഇബാദത്താണ്. അതേ സമയത്ത് നീ അല്ലാഹുവിന്റെ ആരാധനകൾ നീ ചെയ്യുമ്പോ, അഥവാ ആഖിറത്തിന് വേണ്ടിയുള്ള അമലുകൾ നീ ചെയ്യുമ്പോ, നീ നിസ്കാരം നിർവഹിക്കുമ്പോ, നിന്റെ മുമ്പിലേക്ക് റമളാൻ വരുമ്പോ നീ ആലോചിക്കേണ്ടത് കഅന്നക തമൂതു വദാ. നാളെ മരിക്കാൻ പോവുകയാണെന്ന ചിന്തയാണ് വേണ്ടത്. ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോ ഇത് അവസാനത്തെ ഇശാ ആയി പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. കാരണം ഇന്നലെ നമ്മൾ ഇവിടെ വയത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സഹോദരൻ ഈ നാട്ടിൽ മരണപ്പെട്ടില്ലയോ? ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ നമ്മൾ വയത് പറയുമ്പോ കട്ടിലിൽ കിടന്ന സഹോദരൻ ഇന്നവിടുന്ന പള്ളിക്കാട്ടിലല്ലയോ? അതാണ് നീ ആഖിറത്തിന് വേണ്ടി അമല് ചെയ്യുമ്പോ കഅന്നക തമൂതു വദാ. നീ നാളെ മരിക്കുമെന്ന ഭാവത്തിലാണ് ചെയ്യേണ്ടത്. അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന ബോധത്തോടെ പരിപൂർണമായി നീ ആഖിറത്തിലേക്കുള്ള ഇബാദത്ത് സൂക്ഷ്മത പാലിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ അധികാരത്തിന്റെയും അടിസ്ഥാനം അല്ലാഹുവിന്റെ കയ്യിലാണ്. ലോകത്തുള്ള താൽക്കാലികമായ അധികാരങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറാകണ്ട. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിന്റെ അടുത്ത സൂക്തമാണ് വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ
അവിടുന്ന് വിളക്കുകളെ കൊണ്ട് താരങ്ങളെ കൊണ്ട് നിങ്ങളുടെ ആകാശത്തെ അലങ്കരിച്ചവനാരാണ്? ഇവിടെ വഴലുമായി ബന്ധപ്പെട്ട് സീരിയൽ ബൾബുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾ അലങ്കാരം കൊടുത്തു. എന്നാൽ മേലാപ്പാകുന്ന ആകാശത്തിൽ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചവനാരാണ്? വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. അവിടുന്നതാ നക്ഷത്രങ്ങളെ മാത്രമല്ല കൊള്ളിമീനുകളെയും അവിടുന്ന് വെച്ചു. എന്തിനാണ് കൊള്ളിമീനുകളെ വെച്ചത്? പിശാചുക്കളുടെ പ്രവേശനങ്ങളെ അവിടുന്ന് അറ്റാക്ക് ചെയ്യാനുള്ള കൊള്ളിമീനുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് സംവിധാനിച്ചു. വഅതദിനാലഹും, ആ പിശാചുക്കൾക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു അദാബസ്സഈർ, നരകത്തിന്റെ ശിക്ഷയാണ് പിശാചുക്കൾക്കുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വലഖദ് സയ്യന്ന السماء الدنيا, ആകാശം, ഭൂമിയെ, ഭൗമാകാശത്തെ അല്ലാഹു തആല അലങ്കരിച്ചു. അവിടുന്ന് ബിമസാബീഹ, നുജൂമുകളെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട്. ആരാണിതിനെ അലങ്കരിച്ചത് നിങ്ങൾക്കറിയുമോ? മോറിസ് ബുക്കായി എന്ന ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അവിടുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് കൃത്യമായ പ്രയോഗമാണ്. എന്തേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതുവരെ വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസമില്ലാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പക്ഷേ അവരുടെ മുമ്പിലൊന്നും പോയി അക്ഷരം പഠിക്കാൻ കുത്തിയിരുന്നിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ഒരു മലമുകളാകുന്ന ജബലുന്നൂറിന്റെ മുകളിൽ, ജബൽ ഹിറായുടെ മുകളിൽ, ഹിറാ ഗുഹയുടെ അകത്തളത്തിൽ ഏകാന്തനായി അള്ളാഹുവിന്റെ കഅബാലയത്തെ നോക്കി അള്ളാഹുവിനെ ആരാധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറയുന്നു, ഇഖ്റ, നബിയേ വായിക്കണം, നബിയേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, സൃഷ്ടികർമ്മം നടത്തിയ അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സിക്താണ്ഡത്തിൽ നിന്ന് പടച്ചു. രക്താണ്ഡത്തിൽ നിന്ന് പടച്ച അള്ളാഹുവിനെ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക. ബയോളജിക്കൽ റെഫറൻസ് വെച്ചുകൊണ്ടാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലയോ നബിയെ, അവിടുന്ന് വായിക്കാൻ തുടങ്ങണം. എങ്ങനെയാണ് വായിക്കാൻ തുടങ്ങേണ്ടത്? ഒരു ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അന്യവസ്തു കടന്നു ചെന്നാൽ അതിനെ ഒമിറ്റ് ചെയ്യുക എന്നത് ശരീരത്തിന്റെ വ്യവസ്ഥിതിയാണ്. ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു അന്യവസ്തു ഉള്ളിലേക്ക് ചെന്നാൽ അതിനെ എങ്ങനെയെങ്കിലും തള്ളിപ്പുറത്ത് കളയുക. ഇത് ശരീരത്തിന്റെ ധർമ്മമാണ്. എന്നാൽ പിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ബീജമുണ്ടല്ലോ, ഈ ബീജം അവിടുന്ന് മുൻബീജം അവിടുന്ന് അണ്ഡവുമായി സംയോജിച്ചിട്ട് അത് ഉമ്മാന്റെ പള്ളയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. എന്നെ തള്ളി പുറത്താക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പുറത്താക്കാതെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഘടനയാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു തആല അവസ്ഥയ്ക്ക് കൊടുത്ത പേരാണ് അലഖ്. അതുകൊണ്ടാണ് ആദ്യമായൊക്കെ കുടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ഒന്ന് ഛർദ്ദിച്ചിട്ട് റോഡ് സൈഡിലൊക്കെ കിടക്കും. പിന്നെ കുടിച്ച് പരിചയിച്ചു പോയാലോ പച്ചവെള്ളം കുടിക്കും പോലെ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ വെള്ളമടിച്ചവന്റെ തല കറങ്ങും, പിന്നീട് അവന്റെ തല ചിലപ്പോ കറങ്ങൂല.
എന്താ ആദ്യം പട്ടച്ചാരായം അടിക്കുമ്പോ തലകറങ്ങി നടക്കുന്നത്? അവന്റെ ശരീരത്തോട് യോജിക്കാത്ത ഒരു വസ്തു ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവന്റെ ബ്രെയിനിലുള്ള മുഴുവൻ എനർജിയും അതിനെ പുറത്തു കളയാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവന്റെ ബ്രെയിനിലുള്ള എനർജി മാറിപ്പോകുന്നു. അങ്ങനെയാണ് കള്ളുകുടിയൻ തലക്കടിച്ചിട്ട് റോഡിന്റെ സൈഡിൽ വീഴുന്നത്, അവൻ വെള്ളപ്പൊക്കത്തിലാകുന്നത്. നമ്മുടെ കേരളം ഓണം വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിലാണ്. ഓണം എന്നല്ല, ഏതാഘോഷം വന്നാലും വെള്ളപ്പൊക്കത്തിലാകുന്ന രാജ്യങ്ങളിലൊന്നായി മാറിയില്ലേ? കോടിക്കണക്കിനല്ലയോ ഇവിടത്തെ കോടിക്കണക്കിന് ലിറ്റർ മദ്യം കുടിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമല്ലയോ കേരളം? അവിടുന്ന് പുതുയുഗപ്പിറവിയുടെ അന്ന് മാത്രം എത്രയോ ഗാലൻ കള്ളാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു മുടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയുമോ? ഇതുപോലെ കുടിയന്മാരുടെ നാടായ കേരളത്തിന്റെ കള്ള വ്യവസ്ഥിതിയോട് മാഹിയിൽ നിന്ന് ടാക്സ് ഇല്ലാതെ അവിടുന്ന് വിദേശിയും സ്വദേശിയും ഇപ്പുറത്തേക്ക് കടത്തുന്ന സംസ്കാരത്തോട് കാലങ്ങൾക്ക് മുമ്പുള്ള ശക്തമായ പ്രഖ്യാപനമാണ് ഇസ്ലാം നടത്തിയത്. ഞാൻ വഴിമാറുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഓ നബിയേ, അവിടുന്ന് സിക്താണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചു നബിയേ. അവിടുന്ന് മാംസപിണ്ഡത്തിൽ നിന്ന്, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ മഹാനാണ്. ഇതാണ് മോറിസ് ബുക്കായി എന്ന ശാസ്ത്രജ്ഞൻ വായിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ വാചകങ്ങൾ 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന ഒരു കേവലനായ മനുഷ്യന്റെ വാചകമാകാൻ വകുപ്പില്ല. ഇതാരുടെ വാചകമാണ്? പ്രകൃതിയുടെ വിധാതാവിന്റെ വാചകമാണ്. അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഖുർആനിന്റെയും സയൻസിന്റെയും പുസ്തകങ്ങളെ മടക്കി മൂലക്കേക്ക് മാറ്റിവെച്ചിട്ട് മോറിസ് ബുക്കായി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, തൗഹീദിലേക്ക് വരുന്നു. ഇതുപോലെയാണ് വാനലോക നിരീക്ഷണത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് ആകാശത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന യുഷിഹൈഡ് കൊസായി എന്ന ശാസ്ത്രജ്ഞൻ അവിടുന്ന് പഠിക്കുകയാണ് ആകാശത്തിന്റെ അവസ്ഥ എന്താണ്. സുമ്മസ്തവാ ഇലസ്സമായി വഹിയ ദുഖാൻ. ഈ ദുഖാൻ എന്ന് പറയുന്ന പ്രയോഗത്തെ മാത്രമാണ് യുഷിഹൈഡ് കൊസായി എന്ന ആസ്ട്രോണമർ അവിടുന്ന് പഠന വിധേയമാക്കിയിട്ട് പറയുന്നു. അതാ ആകാശത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അനലൈസ് ചെയ്യുവാൻ ശാസ്ത്രലോകത്ത് ഒരുപാട് പദങ്ങളുണ്ട്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താലോ, സുമ്മസ്തവാ ഇലസ്സമായി വഹിയ ദുഖാൻ. ദുഖാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്മോക്ക് എന്നാണ്. പുകയിൽ നിന്ന് അല്ലാഹു തആല ആകാശത്തെ സംവിധാനിച്ചെന്നാണോ? അതാകാൻ വകുപ്പില്ല. ദുഖാൻ എന്ന പദത്തിന് സ്മോക്ക് എന്ന പദത്തെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെയുള്ള ഗ്യാസിന്റെയും മറ്റു മൂലകങ്ങളുടെയും മുഴുവൻ അനുപാതങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് ദുഖാൻ. ഈ ഒരു പ്രയോഗം കൊണ്ട് മാത്രം വാനലോക നിരീക്ഷകന്മാർ ഇസ്ലാമിലേക്ക് വന്നില്ലയോ?